സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ജനങ്ങളുണ്ടാവും. പാർട്ടി അല്ലാതാകുമ്പോൾ ഒരിക്കലും ഒരു പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. CPM-ന് തലവേദനയായി തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്ഥാനാർത്ഥിയാകും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള തളിപ്പറമ്പിൽ മത്സരിക്കുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് രംഗത്ത് വരുന്നത്, സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നാണ് TK ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. മലപ്പട്ടത്ത് എന്ന് വെച്ചാൽ TK ഗോവിന്ദന്റെ ജന്മനാടായ മലപ്പട്ടത്ത് വൻ പ്രതിഷേധ പ്രകടനം കഴിഞ്ഞ ദിവസം നടന്നു. ഇന്നും പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടക്കുന്നുണ്ട് മലപ്പട്ടത്ത്. സ്വന്തം നാട്ടിൽ നിന്ന് ഒരാളെ പോലും കൂടെ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല TK ഗോവിന്ദന്. എൻ്റെ കൂടെ കുറച്ച് ആളുകളുണ്ട്, അവരോട് ആലോചിച്ച് തീരുമാനമെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ആരും കൂടെയില്ല എന്നതാണ് വസ്തുത. സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഒരാളെ കൂടെ കൂട്ടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, സ്വന്തം മരുമകൾ തന്നെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു. മരുമകൾ TK സുലേഖ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, CPIM-ന്റെ സജീവ പ്രവർത്തകയാണ്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് TK സുലേഖ ഇപ്പോൾ TK ഗോവിന്ദനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ആ വാക്കുകൾ മുഴുവൻ കേൾക്കാം. വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വ്യക്തി പാർട്ടിക്കകത്ത് നിൽക്കുമ്പോഴാണ് അവര് മഹാനാവുന്നത്. അവർ പാർട്ടിക്ക് പുറത്താവുമ്പം ഒരിക്കലും പാർട്ടിക്ക് അല്ലാതെ ആരും പാർട്ടിക്ക് അതീതരല്ല. എല്ലാവരും പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അദ്ദേഹം ഇന്നലെ കാണിച്ചിട്ടുള്ള ഈ പ്രവർത്തനം തികച്ചും തെറ്റായ ഒരു നടപടിയാണ്. അതിനോട് ഞങ്ങൾ മലപ്പട്ടത്തുകാർ ആരും തന്നെ യോജിക്കുന്നില്ല. ഇന്നലെ ഇപ്പോൾ മലപ്പട്ടത്ത് വലിയ പ്രകടനമൊക്കെ നടന്നു. തീരുമാനത്തിനെതിരെയായിരുന്നു പ്രകടനം. അപ്പോൾ ആരും തന്നെ പിന്തുണ ഇല്ല എന്നുള്ളത് തന്നെയാണ് അത്തരൊരു മുഖ്യത്വം. അതെ, ആരും തന്നെ പിന്തുണയില്ല. രക്തബന്ധത്തിനപ്പുറത്തേക്ക് പാർട്ടിയായിട്ടുള്ള ബന്ധം അതിനാണ് നിങ്ങളുടെ പ്രാധാന്യം. ഞങ്ങളെ കുടുംബം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉറച്ചു നിൽക്കുന്ന കുടുംബമാണ്. ചെറുപ്പം മുതലേ ഞാൻ ആ ഒരു രാഷ്ട്രീയം കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ്. ഇന്നും ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ കേൾക്കുന്നുണ്ട്, അത് സത്യമാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സംസ്ഥാന നേതാവ് കൂടിയാണല്ലോ. ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം TK ശ്യാമള ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കിയത് MV ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ നിർബന്ധത്തിനും താല്പര്യത്തിലുമാണ്. അങ്ങനെ കരുതുന്നുണ്ട്? ഒരിക്കലുമില്ല. അതൊരു സ്ത്രീവിരുദ്ധ പരാമർശമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ശ്യാമള ടീച്ചറൊക്കെ തന്നെ ചെറുപ്പം മുതൽ ബാലസംഘം, SFI, അതുപോലെ തന്നെ DYFI അങ്ങനെ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. ഈ തലങ്ങളിലല്ല, അതായത് ഈ സംഘടനകളിലൂടെ എല്ലാം തന്നെ നേതൃത്വത്തിൽ നിന്ന് നല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് ടീച്ചർ. ഒരിക്കലും ഒരു വ്യക്തിയുടെ ഭാര്യ എന്നുള്ള നിലയിൽ ഞങ്ങൾ അങ്ങനെ അതിനെ കാണുന്നില്ല. ടീച്ചർ നല്ല കരുത്തിയായ ഒരു സ്ഥാനാർത്ഥിയാണ് തളിപ്പറമ്പ് മണ്ഡലത്തിനകത്ത്. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഈ മണ്ഡലത്തിനകത്ത് വിജയിച്ചു വരും. ഒരിക്കലും ഇല്ല, അതിനുള്ള ഒരു സാധ്യതയും ഇല്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം പാർട്ടിയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ജനങ്ങളുണ്ടാവും. പാർട്ടി അല്ലാതാകുമ്പോൾ ഒരിക്കലും ഒരു പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. CPIM-ൽ നിന്ന് സ്ഥാനാർത്ഥിത്വം മോഹിച്ച് പുറത്തുപോയ G സുധാകരൻ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ഒരാളെ പോലും കൂടെ കൂട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഭൂരിഭാഗം പാർട്ടി മെമ്പർമാരും എൻ്റെ കൂടെയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഒരാളെ പോലും കൂടെ കൂട്ടാൻ കഴിഞ്ഞില്ല. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം പോലും അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഒരാൾ പോലും G സുധാകരനെ കാണാൻ പോയില്ല എന്നോർക്കണം. അതുപോലെ തന്നെയാണ് തളിപ്പറമ്പിലും സംഭവിച്ചിരിക്കുന്നത്. TK ഗോവിന്ദൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തെ കാണാൻ ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോലും പോയില്ല. ഒരാൾ പോലും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നില്ല എന്നോർക്കണം. എന്ന് വെച്ചാൽ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് TK ഗോവിന്ദനുള്ളത്. സമാനമായ അവസ്ഥ തന്നെയാണ് G സുധാകരനും ഉള്ളത്. G സുധാകരൻ മത്സരിക്കുമോ ഇല്ലയോ, TK ഗോവിന്ദൻ മത്സരിക്കുമോ ഇല്ലയോ എന്നൊന്നും ഇതുവരെയും വ്യക്തമായിട്ടില്ല. മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും തീരുമാനമെടുത്തിട്ടില്ല. UDF രണ്ടുപേരെയും പിന്തുണക്കുമോ എന്ന കാര്യവും പ്രഖ്യാപിച്ചിട്ടില്ല. പിന്തുണച്ചാൽ അത് വലിയ പൊട്ടിത്തെറി കോൺഗ്രസിനകത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ അമ്പലപ്പുഴയിൽ KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് രാജിവെച്ച് കഴിഞ്ഞു. അദ്ദേഹം പോകുന്നത് BJP-യിലേക്കാണ് എന്നോർക്കണം.
പ്രാദേശികമായി വലിയ എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ മറികടന്ന് ഇവർക്ക് പിന്തുണ കൊടുക്കുമോ കോൺഗ്രസ് എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. ഇപ്പോൾ നിലവിൽ സ്വന്തം വീട്ടുകാർ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ടി കെ ഗോവിന്ദനും ജി സുധാകരനും ഒക്കെ അതിൻ്റെ ഒരു തുടക്കമാണ് മലപ്പട്ടത്ത് നിന്നും കണ്ടത് ടി കെ സുലേഖയുടെ വാക്കുകളിലൂടെ.